പ്രിയപ്പെട്ടവരെ അസ്സലാമു അലൈക്കും. നമസ്കാരം. ഷാഫിയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. വണ്ടൂർ എറിയാട് ഹനാൻ ആഷിഫ് എന്ന് പറയുന്ന 28 വയസ്സുള്ള ചെറുപ്പക്കാരൻ്റെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകം എല്ലാ സുമനസ്സുകളുടെയും സഹകരണത്തോടു കൂടി ഒരു ഫണ്ട് റൈസിങ് നടത്തി 25 ലക്ഷത്തോളം രൂപ സമാഹരിച്ചിട്ടുണ്ടെന്നാണ് കമ്മിറ്റി ഭാരവാഹികൾ എന്നെ അറിയിച്ചിട്ടുള്ളത്. ഇനി നമ്മളെല്ലാവരും കൂടി ഒന്ന് ആഞ്ഞു പിടിച്ചാൽ, എല്ലാവരും കൂടെ ഒന്ന് അകമഴിഞ്ഞ് സഹായിച്ചാൽ, ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്തുകൊണ്ടും അതുപോലെ നിങ്ങളെ കൊണ്ടാവുന്ന എല്ലാ സഹായവും ചെയ്തുകൊണ്ടും, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും സ്വദേശത്തും വിദേശത്തുള്ള എല്ലാവരും സഹകരിച്ചുകൊണ്ട് എത്രയും ഫാസ്റ്റായിട്ട് ഈ സംഖ്യ പൂർത്തീകരിച്ചാൽ ആ ചെറുപ്പക്കാരനെ നമുക്ക് ജീവിതത്തിലേക്ക് സുഗമമായിട്ട് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ സഹായം നാളെ നമ്മളിലേക്ക് വരുന്ന ആപത്തുകളിൽ നിന്ന് നമുക്ക് കാവലായിരിക്കും. പരമ്പരകളോളം നമുക്ക് അതിൻ്റെ ഒരു തണലുണ്ടാവും. അതെന്നെക്കാൾ അനുഭവസ്ഥരായ ആളുകളായിരിക്കും കേട്ടുകൊണ്ടിരിക്കുന്നത് എനിക്കറിയാം. എന്നാൽ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ധനസമാഹരണത്തിൻ്റെ സഹായ പദ്ധതിയിൽ പങ്കാളികളായിക്കൊണ്ട് സഹകരിക്കുന്ന വിശ്വാസത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശിവാനിയാണ്. വണ്ടൂരുള്ള ലൈബ്രറിയുടെ ഉദ്ഘാടനത്തിന് വന്നപ്പോഴാണ് ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കഴിഞ്ഞത്. ഇവിടെയുള്ള ഹനാൻ എന്ന പേരുള്ള 28 വയസ്സുള്ള ചെറുപ്പക്കാരൻ്റെ ക്യാൻസർ ബാധിച്ച് മജ്ജ മാറ്റി വെക്കാനായിട്ട് അവർ സഹായം തേടുകയായിരുന്നു. അപ്പോൾ അതിലേക്ക് 1 ലക്ഷം രൂപയാണ് ലൈബ വെഡിങ് സെൻറ്റർ സംഭാവനയായിട്ട് നൽകിയത്. അപ്പോൾ ഈ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിൽ നമുക്ക് എല്ലാവർക്കും ഭാഗമാവണം. ഒരു ചെറുപ്പക്കാരനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്താനുള്ള ഒരു അവസരമാണിത്. അപ്പോൾ എല്ലാവരും മനസ്സിലാവുന്ന ഈ ഒരു ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം തന്നെയാണ് ഈ സമയത്ത് പറയുന്നത്. അപ്പം ഇത്രയും നല്ലൊരു പ്രവർത്തനം ചെയ്ത ലൈബയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. അതിനായിട്ട് ഭാഗമാകാൻ സാധിച്ചതിൽ എനിക്കും ഒത്തിരി നന്ദിയുണ്ട്. സന്തോഷം.